നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഇന്നത്തെ വീഡിയോ കളരിപ്പയറ്റിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഞാനിതാ അങ്കത്തട്ടിലേക്ക് പോകുന്നു. ഇന്നവിടെ പാർവതി മോളുടെ ഉറുമി വീശുന്നു. നമ്മുടെ കുഞ്ഞു മക്കളുടെ ചുവടുകളും നമുക്ക് കാണാം. അപ്പൊ എനിക്ക് ആദ്യമേ എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ചുറ്റുവട്ടത്ത് കളരി ക്ലാസ് ഉണ്ടെങ്കിൽ കളരിക്ക് വിടുക. കളരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കരോട്ടയോ അല്ലെങ്കിൽ കളരിയോ എന്താണെന്ന് ചോയ്സ് എന്ന് വെച്ചാൽ അതിന് വിടുന്നത് നന്നായിരിക്കും. നമുക്കൊരു സ്വയരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാവരും വീഡിയോയിലേക്ക് വരിക. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, മോടെ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമായിട്ട് ആരെങ്കിലും കളരിയുമായിട്ട് ബന്ധമുണ്ടോ? പാരമ്പര്യമായി അങ്ങനെ കളരിയുമായിട്ട് ആർക്കും ബന്ധമില്ല. എൻ്റെ സഹോദരൻ, എൻ്റെ ചേട്ടൻ പ്രണവ് കളരിയിൽ പരിശീലിക്കുന്നതാണ്. എൻ്റെ കൂടെ തന്നെ പരിശീലിക്കുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്ന മോന? ചേട്ടനോ? ചേട്ടൻ ഇപ്പൊ +2-ലാണ്. മോള്? ഞാനിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കും. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ആശ. അച്ഛൻ? പ്രമോദ്. അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അച്ഛൻ ഇപ്പോൾ എക്സ് ആർമി ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ മോൾ ഈ കളരിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ കളരിയിലോട്ട് വന്നിട്ട് ഏറെക്കുറെ 9 വർഷമാകും. എത്ര വയസ്സിലാണ്, എത്ര ക്ലാസ്സിൽ തൊട്ടാണ്? ഞാൻ ഒരു 1ാം ക്ലാസ് മുതൽ പരിശീലിക്കാൻ തുടങ്ങിയതാണ്. ആരാണ് ഗുരു, ഫസ്റ്റ് ഗുരു? എന്റെ ആദ്യത്തെ ഗുരുവും ഇപ്പോൾ ഞാൻ പരിശീലിക്കുന്നതും പ്രതിഭാശാന്റെ കീഴിലാണ്. ആദ്യം മുതൽ ഇപ്പോൾ വരെ ഞാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഭാശാന്റെ ശിക്ഷണത്തിലാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗുരുവിന്റെ വീട് എവിടെയാണ്? ഗുരുവിന്റെ വീട് അവിടെ തോട്ടപ്പള്ളിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി മോളൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാം. മോക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഐറ്റം കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പാർവതിയുടെ ഒരു ഉറുമി വീശുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എത്ര, 2 ഉറുമിയാണോ 1 ഉറുമിയാണോ? ഞാനിപ്പോൾ 2 ഉറുമിയാണ് വീശുന്നത്. 2 ഉറുമി വീശുന്നുണ്ട്, നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കളരിയിൽ ആദ്യമായിട്ട് കുട്ടികൾ വരുമ്പോൾ ആദ്യമായിട്ട് പരിശീലിപ്പിക്കുന്ന കുറച്ച് ചുവടുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്താണ്? അടുത്തതായി വടിയാണ് വീശാൻ പോകുന്നത്. നമ്മൾ ചുവടുകൾക്ക് ശേഷം ആദ്യമായി വടിയാണ് എടുക്കുന്നത്. നമ്മൾ എതിരാളികളെ നോക്കി ആദ്യം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ അതിന്റെ വീശുകളാണ് ആദ്യം ചെയ്യിച്ച് വരുന്നത്. മോള് മാത്രമാണോ അത് വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഇല്ല, ഒരാൾ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക്
അപ്പോൾ ഇനിയത്തെ അടവുകൾ എന്താണ്? അടുത്തതായി ഇവർ കൈപ്പോരാണ് ചെയ്യാൻ പോകുന്നത്. കൈപ്പോര് കൈകൊണ്ടുള്ള അടിയും തടയും പരിശീലനമാണ് കൈപ്പോര് എന്നതുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവർ ആയുധം ചെറുവടിയും കത്തിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പാർവതി മോടെയും നമ്മുടെ കുഞ്ഞു മക്കളുടെയും ചുവടുകളും ഉറുമി വീശുന്നതും എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നതുപോലെ എല്ലാവരോടും ഞാൻ പറയുന്നു, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി കളരിയുടെ അടുത്ത ഭാഗം വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.